കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഒരുക്കി പൊതുനിരത്തിലൂടെ ഓടിച്ച സംഭവത്തിൽ ബ്ലോഗർ സഞ്ജു ടെക്കിക്കെതിരെയുള്ള കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചെന്നും മണ്ണഞ്ചേരി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെന്നും മോട്ടോർ വാഹന വകുപ്പ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഷബ്ന സിയാദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷബ്ന, ഈ സഞ്ജു ടെക്കിക്കെതിരെയുള്ള കേസ് ഹൈക്കോടതി ഇന്ന് എപ്പോഴാണ് പരിഗണിക്കുക? വീണ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. മോട്ടോർ വാഹന വകുപ്പ് ഇത് സംബന്ധിച്ച് ഇന്നലെ വിശദീകരണം നൽകിയിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് വിശദീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത് തന്നെ സഞ്ജു ടെക്കിക്കും സുഹൃത്തുക്കൾക്കുമെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കാനായി ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതുപോലെ മണ്ണഞ്ചേരി പോലീസ് ഈ കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, സഞ്ജു ടെക്കിക്ക് കമ്മ്യൂണിറ്റി ട്രെയിനിങ് നൽകാനായി ശിക്ഷ എന്ന രീതിയിൽ തന്നെ കമ്മ്യൂണിറ്റി ട്രെയിനിങ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നൽകാൻ നിർദ്ദേശിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ വാഹനങ്ങളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക, വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യുക നടപടികളിലേക്ക് പോകുന്നുണ്ട് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഇന്നലെ കോടതിയിൽ നൽകിയ വിശദീകരണത്തിൽ പറയുന്നത്. ഹൈക്കോടതി ഈ വിഷയം ഗൗരവമായി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഏതായാലും മോട്ടോർ വാഹന നിയമം ലംഘിച്ചാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ മെയ് 17 ഈ സഫാരി വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ നിർമ്മിക്കുകയും അത് റോഡിൽ വെച്ച് വലിയ ശബ്ദത്തോടെ എയർബാഗ് ഒഴുകുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് നീങ്ങിയിട്ടുള്ളത്. കോടതി കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ തന്നെ പറഞ്ഞിരുന്നു, വാഹനങ്ങൾക്ക് രൂപമാറ്റം വരുത്തുകയോ അത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ കർശനമായ നടപടി സ്വീകരിക്കണം എന്ന് നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ ഇത്തരത്തിലുള്ള നിർദ്ദേശമുള്ളതാണ്. ഈ നിർദ്ദേശം പാലിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കണം എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് മോട്ടോർ വാഹന വകുപ്പ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കോടതി തുടർ സ്വീകരിക്കുക. ശരി, കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് ഷബ്ന സിയാദ്.